നമസ്തേ. 25/4/2025 വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് രണ്ട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്, അത് പ്രധാനപ്പെട്ടതാണ്. അതിന് ഒരു മറുപടി പറയാം എന്നാഗ്രഹിക്കുകയാണ്. എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട കമൻ്റായിട്ട് തോന്നി. ഒന്ന്, എനിക്ക് ജോലിയില്ല, എപ്പോൾ ജോലി കിട്ടും എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ മറുപടി പറയാൻ കമൻറ്റിലൂടെ ഇതിലൂടെ ഒരു നിർവാഹമില്ല, കമൻറ്റ് വഴി പറയാൻ പറ്റില്ല. നിങ്ങൾ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിന് ഇതിനകത്ത് കാണുന്ന വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യണം. വ്യക്തിപരമായ ഫലങ്ങൾ പറയുന്നതിന് ഒരു ഫീസ് ഉണ്ടായിരിക്കും. പ്രായോഗികമായി ഒരാളുടെ വ്യക്തിപരമായ ഫലങ്ങൾ ഫ്രീ ആയി പറയുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗിക തലത്തിൽ സാധ്യമല്ല. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. അതിന് ഫീസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് വ്യക്തിപരമായ ഫലങ്ങൾ കമൻ്റായിട്ട് ചോദിക്കേണ്ട. ഒരാൾ ചോദിച്ചിരുന്ന ചോദ്യമാണത്. രണ്ടാമത് ഒരാൾ ചോദിച്ചിരിക്കുന്നത് 2.5 വർഷമായി ശനിയാണ്, അത് കഴിഞ്ഞു ഇപ്പോൾ ദൈവാധീനം ഒട്ടും ഇല്ലാത്ത അവസ്ഥയായി, ഇനി എന്താണ് വരാനുള്ളത് എന്ന് പറയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ രാശിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതും വ്യക്തിപരമായി ജാതകം പരിശോധിപ്പിച്ചാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ, അല്ലാണ്ട് ഇത് പറയാൻ കഴിയുന്ന കാര്യമല്ല. ഇനി എന്താണ് വരാൻ കഴിയുക എന്നുള്ളത്. ശനി മാറി എന്നുള്ളത് കൊണ്ട് ദൈവാധീനം വന്നുകൊള്ളണം എന്നില്ല. പലരും അങ്ങനെയൊക്കെ ധരിക്കുന്നുണ്ട്. അത് ശരിയല്ല. ജാതകത്തിനകത്ത് മറ്റ് ഗ്രഹങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞ് നമുക്കത് പറയാൻ കഴിയൂ. അതുകൊണ്ട് അതും ജാതക പരിശോധനയിൽ മാത്രം വിശകലനം ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് അതും കമൻറ്റിനായിട്ട് താഴെ റിപ്ലൈ തരാനായിട്ട് നിർവാഹമില്ല. ഇനി ഒരു രസകരമായ കമൻറ്റാണ്. കുംഭം രാശി പറയുമ്പോൾ ഞാൻ ചിരിക്കുന്നു, അത് എന്തുകൊണ്ടാണെന്നാണ്. കുംഭം രാശി പറയുമ്പോൾ പലപ്പോഴും ചിരിക്കുന്നു, അത് വേറൊന്നുമല്ല, ഇനി മീനൻ രാശിയും കൂടെ ഉള്ളല്ലോ പറയാൻ എന്ന സന്തോഷം കൊണ്ടാണ് കുംഭം രാശിയിലേക്ക് എത്തുമ്പോൾ ചിരിക്കുക. കാരണം ഇനി ഒരുപാട് പറയാനില്ലല്ലോ എന്നതുകൊണ്ടായി. അല്ലാണ്ട് കുംഭൻ രാശിയോട് പ്രത്യേകിച്ചൊന്നുമില്ല. അദ്ദേഹം കുംഭൻ രാശിയാണ് എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കുംഭൻ രാശി കൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. കുംഭൻ രാശി പറയുമ്പോൾ ചിരിക്കാമെന്നൊന്നുമില്ല, മറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ചിലപ്പോൾ ഗൗരവമായിട്ട് പറഞ്ഞെന്ന് തോന്നുന്നത് ചിലപ്പോൾ അപ്പോഴായിരിക്കും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മകരം രാശി ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എന്തെങ്കിലും ചിരിച്ചതായിരിക്കാം. അതല്ലാണ്ട് കുംഭൻ രാശിയോട് പ്രത്യേകിച്ച് എനിക്ക് പ്രതിപത്തിയൊന്നും ഇല്ല. പിന്നെ ഇതായിരിക്കും അതിൻ്റെ കാരണം. ഇനി മീനം കൂടെ പറഞ്ഞാൽ മതിയല്ലോ, തീർന്നല്ലോ എന്നുള്ളത് കൊണ്ടുള്ള ഒരു സന്തോഷം അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ, അത്രയേ ഉള്ളൂ. ഇതാണ് അതിന് പറയാനുള്ള മറുപടി. ഇനി എല്ലാവരും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റുകൾക്കെല്ലാം ഞാൻ എല്ലാവരുടെയും കമൻറ്റുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. മറുപടി പറയാവുന്നവ മറുപടി പറയും. വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ വേണ്ടിയായിട്ട് അതേപോലുള്ള കമൻറ്റുകൾ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമില്ല. നിങ്ങളൊരു സ്റ്റിക്കറെങ്കിലും കമൻറ്റ് ചെയ്യുക. കാരണം അത് നിങ്ങൾക്ക് എൻ്റെ തുടർന്ന് എല്ലാ ദിവസത്തെയും നക്ഷത്രഫലം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് അത് അത്യാവശ്യമാണ്. അതുകൊണ്ടൊരു സ്റ്റിക്കറെങ്കിലും എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യക്തിപരമായ ഫലങ്ങൾക്ക് വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുക. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. 25/4/2025 വെള്ളിയാഴ്ച. ഇടവം മകരം രാശിക്കാർക്ക് ശുഭകരവും, തുലാം കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും, മേടം കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും, മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടം രാശിയാണ്. മേടം രാശിക്കാർക്ക് ദോഷകരമാണ്. ശരീരത്തിന് അത്ര മേന്മയുള്ള ദോഷമായിരിക്കില്ല ഇത്. അതേപോലെ മനസ്സും ഒരു സ്വസ്ഥതയൊന്നും ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കില്ല. മനസ്സിനും അസ്വസ്ഥമായിരിക്കും. അതേപോലെ ആസ്തമ പോലെ അസുഖമുള്ളവർ, മാനസികമായ അസ്വസ്ഥതയൊക്കെ ഉള്ള മേടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണിത്. ഒന്നിനും ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല, അലസത ഉണ്ടാവും. അതുപോലെ ആരോഗ്യം അത്ര മേന്മയുള്ളതായിരിക്കില്ല. ഒരു പ്രതിരോധ ശക്തി കുറവൊക്കെ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. പൊതുവെ മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ മേടക്കൂറുകാർക്ക് പ്രവർത്തിക്കില്ലാതെ വരുന്നത് കൊണ്ട് വരുന്ന ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവാൻ സാധ്യത മേടൻ രാശിക്കാർക്കുണ്ട്.
ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ടാകും, കടബാധ്യത വരും. അപകടങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപകടകരമായ തൊഴിലൊക്കെ ചെയ്യുന്നവർ അല്ലെങ്കിൽ ക്രമാതീതമായ സ്പീഡിലൊക്കെ വാഹനം ഓടിക്കാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപകടം ഒന്ന് ശ്രദ്ധിക്കുക കാര്യങ്ങൾ. അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ സമയമല്ല. ദൈവാധീനം മേടൻ രാശിക്കാർക്ക് ഒരു പരിധി വരെ ഉണ്ട്. ജാതകത്തിനും കൂടെ അനുകൂലമാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. കുടുംബത്തിൻ്റെ ഒരു പിന്തുണ എല്ലാ കാര്യങ്ങളിലും കിട്ടും. മക്കളുടെ ആണെങ്കിലും ജീവിത പങ്കാളിയുടെ ആണെങ്കിലും ഒക്കെ കിട്ടും. തൊഴിൽ രംഗം അത്ര മേന്മയുള്ള സമയമല്ല മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പ്രത്യേകം തൊഴിൽ രംഗത്ത് കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു പോവുക. തൊഴിൽ രംഗത്ത് ശത്രുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൊരു സമയമാണ്. തൊഴിലാളികളിൽ നിന്നൊക്കെ അനുകൂലമായ ഒരു സമീപനം തൊഴിൽ രംഗത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തൊഴിൽ രംഗത്ത് വളരെ ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശി. ഇടവം രാശിക്ക് ശുഭകരമായൊരു ദിവസമാണ്. ശരീരത്തിന് അത്ര മേന്മയൊന്നും ഉണ്ടാകില്ല എങ്കിലും മനസ്സ് അനുകൂലമാണ്. ബുദ്ധി വേണ്ട രീതിയിലൊക്കെ പ്രവർത്തിക്കും. ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും. കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. ഒരു ദൈവാധീനം കുറയുന്ന ഒരു സമയമാണ്. ദൈവാധീനം കുറയുന്ന ഒരു സമയമാണ്. മക്കളിൽ നിന്നൊന്നും അത്ര അനുകൂലമായ സ്ഥിതി ഉണ്ടാവില്ല. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ശ്രദ്ധിച്ചു പോയാൽ തൊഴിൽ മേഖലയിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. ഇനി മിഥുനം രാശി. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശി. മിഥുനം രാശിക്ക് കഠിനമായ ദോഷമുള്ള ദിവസമാണ്. ആരോഗ്യം പൊതുവെ മേന്മയുള്ളതായിരിക്കും. ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നാം. പക്ഷെ മനസ്സ് അത്ര ഗുണകരമല്ല. മനസ്സിൻ്റെ ഒരു അസ്വസ്ഥത ശരീരത്തെയും ബാധിക്കും. എങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ഒരു പരിധി വരെ കഴിയും. ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ മിഥുനം രാശിക്കാർക്ക് അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. സഹോദരങ്ങൾ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും. സുഹൃത്തുക്കൾ തന്നെ ശത്രുക്കളായി തീരാനുള്ളൊരു സാധ്യതയും ഈ ദിവസമുണ്ട്. കടബാധ്യത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായി കലഹവും ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും ശ്രദ്ധിച്ചാൽ. അതുകൊണ്ട് കലഹമൊക്കെ കുറയ്ക്കാൻ കഴിയും. ഇതൊക്കെ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. ദൈവാധീനം കുറവുള്ള ഒരു ദിവസമാണ്. ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ അത്ര അനുകൂലമായ സ്ഥിതി ആയിരിക്കില്ല. മേന്മക്കുറവ് അനുഭവപ്പെടും. ഉദര സംബന്ധമായ അസുഖങ്ങൾ, വായു കോപങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. തൊഴിൽ മേഖലയിൽ ശത്രുക്കൾ മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. സഹപ്രവർത്തകരും അത്ര അനുകൂലമായിരിക്കില്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും മിഥുനം രാശിക്കാർ വീട്ടിലോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലോ പോകരുത്. ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കർക്കിടകം. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം കർക്കിടകം രാശി.
കർക്കിടക രാശിക്ക് ദോഷമാണ്, ദോഷകരമായ ഒരു ദിവസമാണ്. മനസ്സ് ഒട്ടും അനുകൂലമല്ല. അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമായിരിക്കും. എങ്കിലും ശരീരത്തിന് വലിയ കുഴപ്പമുണ്ടാവില്ല, ഒരു ആരോഗ്യമൊക്കെ തോന്നും. ഒരു ആത്മവിശ്വാസക്കുറവ് പൊതുവെ അനുഭവപ്പെടുമെങ്കിലും അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. മാനസികമായ അസ്വസ്ഥതയുള്ളവർ കർക്കിടക രാശിക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആസ്മ പോലെ അസുഖമുള്ളവർക്ക് അനുകൂലമല്ല. അലർജി സംബന്ധമായ അസുഖമുള്ളവർ അനുകൂലമല്ല. സഹോദര സ്ഥാനീയർ കർക്കിടക രാശിക്കാർക്ക് അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ അത്ര മേന്മയേറിയതല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കലഹങ്ങളൊക്കെ ഉണ്ടാവാം. അതേപോലെ മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാം. വാക്കുകൾ അത്ര നല്ലതല്ല എന്നുള്ളതുകൊണ്ട് അറിയാതെ വീഴുന്ന വാക്കുകൾ ചിലപ്പോൾ ദോഷകരമായി തീരും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ വാക്കുകളൊക്കെ ഉപയോഗിക്കാവൂ. ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകാം. കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും കിട്ടും. ജീവിത പങ്കാളി മക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. എന്നാൽ തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല കർക്കിടകം രാശിക്കാർക്ക്. അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ ശത്രുദോഷമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായതുകൊണ്ട് തൊഴിൽ മേഖലയിൽ മറ്റാരെങ്കിലും തൻ്റെ പണി ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കുന്ന അവസ്ഥ കർക്കിടകക്കൂറുകാർ ഈ ദിവസം ഒഴിവാക്കണം. വളരെ ശ്രദ്ധയോടുകൂടി തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യണം. ഇനി ചിങ്ങം, മകം, പൂരം, ഉത്തരം, ആദ്യകാൽ ഭാഗം. ചിങ്ങൻ രാശിക്കാരുടെ ആദ്യമായി പറയാനുള്ളത്, ഇവർ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിലേക്ക് പോകരുത് എന്നാണ്. കാരണം തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ലാത്തൊരു ദിവസമാണ് എന്നുള്ളത് കൊണ്ടാണ്. ആരോഗ്യവും അത്ര അനുകൂലമല്ല, മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും, സംശയം അനുഭവം ഉണ്ടാവും, അലസത ഉണ്ടാവും. ഒരു പ്രതിരോധ ശക്തി പൊതുവേ കുറവായിരിക്കും ശരീരത്തിന് ഈ ദിവസം. അതുകൊണ്ട് തന്നെ മനസ്സും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ആസ്തമ, മാനസിക അസ്വസ്ഥ ഇങ്ങനെയൊക്കെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതൃപിതൃസ്ഥാനീയരൊന്നും ഒട്ടും അനുകൂലമായിരിക്കില്ല. ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി ഒരു കാര്യം ചെയ്യാനായിട്ട് ചിങ്ങൻ രാശിക്കാർക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം പോകാൻ. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ്. കടബാധ്യത വരാം. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം. എന്നാലും വാക്കുകളൊക്കെ ഒരു നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ഒരു പരിധിവരെയൊക്കെ കലഹം ഒഴിവാക്കാൻ കഴിയും. എങ്കിലും മുൻകോപമൊക്കെ വളരെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. ദൈവാധീനം വളരെ കുറവുള്ള ഒരു ദിവസമാണ്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. അപ്പോൾ ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെ ആയതുകൊണ്ട് അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് ശത്രുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാക്കാം. തൊഴിലാളികളും ഒട്ടും അനുകൂലമായിരിക്കില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് തൊഴിൽ മേഖലയിൽ പോവുക. കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാർക്ക് ദോഷമാണ്, കഠിന ദോഷമാണ്. എന്നാലും അവിടെ മനസ്സ് പല കാര്യങ്ങളിലും കൺട്രോളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നുള്ളത് കൊണ്ട് പല ദോഷങ്ങളെയും ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് കഴിയും. ശ്രദ്ധ കൊടുക്കാൻ പല കാര്യങ്ങൾക്കും കഴിയുന്നുള്ളതുകൊണ്ട്. അപ്പോൾ അശ്രദ്ധമായി ചെയ്യാതിരുന്നാൽ മതി കാര്യങ്ങൾ. ശരീരത്തിന് അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല. ഒരു അലസത എപ്പോഴും ഉണ്ടാവും, ഒരു ആത്മവിശ്വാസക്കുറവും ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം. പ്രതിരോധ ശക്തി കുറവുണ്ടാവും, പൊള്ളലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നേത്രരോഗങ്ങൾ ഉള്ളവരത് ശ്രദ്ധിക്കുക. അതേപോലെ സഹോദര സ്ഥാനീയരൊന്നും അത്ര മേന്മയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും വലിയ ദോഷം ചെയ്യില്ല. ഇതിൽ കൂടുതലായിട്ട് അവരായിട്ട് കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ആവശ്യമില്ലാതെ ചിലപ്പോൾ കലഹങ്ങളൊക്കെ ഉണ്ടാകാം എന്ന് മാത്രം. ചെറിയ കലഹങ്ങളാണെങ്കിലും ഉണ്ടാകാം. അപ്പോൾ സംസാരം ഒന്ന് കുറച്ചാൽ മതി. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്ന സമയമല്ല കന്നിരാശിക്കാർക്ക്. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെയൊക്കെ ഉപദേശങ്ങൾ
കണ്ണടച്ച് സ്വീകരിക്കാതിരിക്കുക. തീരുമാനങ്ങളെല്ലാം സ്വന്തം ബുദ്ധി കൊണ്ട് ഉപയോഗിച്ച് തന്നെ ചെയ്യുക. ഉപദേശങ്ങളൊക്കെ കേൾക്കാം, പക്ഷെ തീരുമാനം സ്വന്തമായിരിക്കണം. ദൈവാധീനമുള്ളൊരു ദിവസമാണ്. മക്കളൊക്കെ അനുകൂലമായിരിക്കും, പക്ഷേ ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരിൽ നിന്ന് ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും തൊഴിൽ മേഖലയിൽ ചെല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ല, വീട്ടിലാണെങ്കിലും കന്നിക്കൂറുകാർ മദ്യമൊക്കെ കഴിച്ചിട്ട് ചെല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തുലാം രാശി. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ചിത്തിര അവസാന പകുതി ഭാഗം ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശി. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. ബുദ്ധിപൂർവമായി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. മാതൃസ്ഥാനികരൊക്കെ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ ആരോഗ്യം അത്ര മേന്മയുള്ളതായിരിക്കില്ല. ഒരു ആത്മവിശ്വാസക്കുറവ് ഇടയ്ക്കിടയ്ക്ക് ദിവസം അനുഭവപ്പെടും. പിത്തസംബന്ധമായ അസുഖമുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. വിളർച്ച ഉണ്ടാവും. പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും. അതേപോലെ ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം, നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ എത്ര അനുകൂലമല്ല. തുലാം രാശിക്കാർക്ക് ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കടബാധ്യത വരാം. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാം. മുൻകോപത്തെ ഒന്ന് നിയന്ത്രിച്ചാൽ മതി, അത് പരിഹരിക്കപ്പെടാം. രക്കാര രോഗമുള്ളവരൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് അലർജിയൊക്കെ ഉണ്ടായിട്ടുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ മേന്മയുള്ളതായിരിക്കും. ദൈവാധീനം വളരെ കുറവാണ് കുറച്ച് നാളത്തെയും കൂടെ തുലാം രാശിക്കാർക്ക്. അതുകൊണ്ട് ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ ദിവസവും ദൈവാധീനം വളരെ കുറവാണ്. അതുപോലെ കഫരോഗങ്ങളും പ്രയാസം ഉണ്ടാക്കുന്ന ദിവസമായിരിക്കും. ജീവിത പങ്കാളിയാണെങ്കിലും മക്കളാണെങ്കിലും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും കിട്ടിയെന്ന് വരില്ല. എന്നാൽ തൊഴിൽ മേഖല കുറച്ച് അനുകൂലമാകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ തൊഴിൽ മേഖല ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നുവെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. തൊഴിൽ മേഖല പൊതുവെ ഇനി ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ അനുകൂലമാക്കാവുന്ന കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ ദിവസം വലിയ കുഴപ്പമില്ലാത്ത തൊഴിൽ മേഖല പോകാം. ശ്രദ്ധ വളരെ ഉണ്ടാകണം, അത് മാത്രമേ ഉള്ളൂ. ഇനി വൃശ്ചികൻ രാശിക്ക് ദോഷകരമായ ദിവസമാണ്. ശരീരത്തിനൊക്കെ ആരോഗ്യം ഗുണകരമായിരിക്കും. ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാവും. അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യും. എങ്കിലും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. എടുത്തുചാട്ടം വളരെ ഒഴിവാക്കണം. കാരണം വെച്ചാൽ മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട് എടുത്തുചാടി എന്തെങ്കിലും ചെയ്താൽ അത് ദോഷകരമായി ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വൃശ്ചിക രാശിക്കാർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സ് അത്ര അനുകൂലമല്ല. മാതൃസ്ഥാനീയരും അനുകൂലമായിരിക്കില്ല. എന്നാൽ പിതൃസ്ഥാനികരിൽ നിന്ന് ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ആസ്മ ഉള്ളവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില കലഹങ്ങളൊക്കെ ഉണ്ടാവാം. ശത്രുദോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ്. കടബാധ്യത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിൽ ലഭിക്കും. മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായിരിക്കും. എന്നാൽ തൊഴിൽ മേഖലയിൽ ശത്രുദോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതേപോലെ തൊഴിൽ മേഖല ഒരു വരിഞ്ഞു കെട്ടിയ അവസ്ഥയിലായിരിക്കും തൊഴിൽ മേഖല. ഒരു ബന്ധനം പോലെ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത തൊഴിൽ മേഖലയിലുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിക്ക് വളരെ ദോഷകരമായ ദിവസമാണ്. കഠിന ദോഷമുള്ള ദിവസമാണ്. ശരീരത്തിന് അത്ര മേന്മയുണ്ടായിരിക്കില്ല. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ് മൂലം നഷ്ടമുണ്ടാക്കുന്ന ഒരു ദിവസമായിരിക്കും. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല. ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ആസ്മ, മാനസിക അസ്വസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ധനുരാശിക്കാർക്ക് വലിയ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ദിവസം കൂടെ ആയിരിക്കും.
അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം കാര്യമായി ബാധിക്കുന്ന ഒരു ദിവസമാണ്. ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കടബാധ്യത വരാതിരിക്കാൻ പ്രത്യേകം നോക്കുക. ഈ ദിവസം മറ്റുള്ളവരുമായി കലഹവും ഒക്കെ ഉണ്ടാകാം, എങ്കിലും വാക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അത് ഒരു ഗുണകരമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായ നഷ്ടമുണ്ടാകുന്ന ഒരു ദിവസമാണ്. മക്കളിൽ നിന്ന് മനസ്സിന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ്. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും തൊഴിൽ മേഖലയിൽ പോകാതിരിക്കാനായിട്ട് ധനുരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറുകാർക്ക് അനുകൂലമായ ഒരു ദിവസമാണ്, എങ്കിലും അവരുടെ ആരോഗ്യം അത്ര അനുകൂലമായ ദിവസമല്ല. ഒരു അലസതയായിരിക്കും എല്ലാ കാര്യത്തിനും. ഒരു പ്രതിരോധശേഷി കുറവൊക്കെ ഉണ്ടാവും, എങ്കിലും മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. ബുദ്ധിപൂർവമായി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. മാതൃസ്ഥാനികരുടെയൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാവും. പിതൃസ്ഥാനികർ അത്ര മേന്മയുള്ളവരായിരിക്കില്ല. കടബാധ്യത വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനികർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. എടുത്തുചാട്ടം മൂലം ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. ഓർമ്മക്കുറവ് മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. മക്കൾ അനുകൂലമായിരിക്കും. മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയും പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല കുറച്ച് അനുകൂലമാക്കാൻ കഴിയുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ തൊഴിൽ മേഖലയിൽ മേന്മകൾ ഉണ്ടാക്കാൻ കഴിയും. കുംഭം രാശി, കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗമാണ്. കുംഭൻ രാശിയെ സംബന്ധിച്ചിടത്തോളം മനസ്സും ആരോഗ്യമൊന്നും അത്ര മേന്മയുണ്ടായിരിക്കില്ല. പിത്ത സംബന്ധമായ അസുഖമുള്ളവരെ ശ്രദ്ധിക്കണം. പൊള്ളലൊക്കെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. നേത്രരോഗങ്ങൾ, ഉഷ്ണരോഗങ്ങൾ അതൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. മനസ്സ് ബുദ്ധിയും അത്ര വേണ്ട രീതിയിൽ പ്രയോഗിക്കില്ല. അതുപോലെ മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ആസ്മ, മാനസിക അസ്വസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ പൊതുവെ ഗുണകരമാണ്. ശത്രുദോഷം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. മുൻകോപം ഒക്കെ നിയന്ത്രിക്കാൻ കഴിയണം. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പൊതുവെ അനുകൂലമായിരിക്കും. ധനപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൂടെ ചെയ്യണം. ചില നഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ മക്കളിൽ നിന്ന് അത്ര മേന്മയായിരിക്കില്ല. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. സഹപ്രവർത്തനം അത്ര അനുകൂലമായിരിക്കില്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിലോ കുടുംബത്തിലോ പോകാതിരിക്കാൻ ഈ ദിവസം കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ്. മനസ്സ് അത്ര അനുകൂലമല്ല. ശരീരം അനുകൂലമല്ല. വേണ്ട രീതിയിൽ ബുദ്ധി പ്രയോഗിക്കില്ല. മാതൃപിതൃസ്ഥാനീയരൊന്നും അനുകൂലമല്ല. അലസത, മടി മുതലായവ ഉണ്ടാവും. വാദസംബന്ധമായ അസുഖങ്ങൾ, പിത്തസംബന്ധമായ അസുഖമുള്ളവർക്കൊക്കെ വളരെ ദോഷങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നർത്ഥം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. കടം വാങ്ങാനോ കൊടുക്കാനോ അനുയോജ്യമായ ഒരു ദിവസമല്ല ഇത്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുമായി കലഹം, എടുത്തുചാട്ടം ഇതൊക്കെ ദോഷം ചെയ്യും. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും തന്നെ അനുകൂലമല്ല. ധനപരമായി നഷ്ടമുണ്ടാകുന്ന ദിവസമാണ്. ദൈവാധീനം ഒട്ടുമില്ലാത്തൊരു ദിവസമായിരിക്കും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിലും ഒട്ടും അനുകൂലമല്ല. തൊഴിൽ മേഖലയിലും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. സഹപ്രവർത്തകർ ഒട്ടും അനുകൂലമല്ല. അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. തൻ്റെ ജോലി മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരു പൊതു നിർദ്ദേശമാണെന്ന് മനസ്സിലാക്കി ഇതിനെ സ്വീകരിക്കുക. ഈശ്വരാധീനം കുറഞ്ഞിട്ടുള്ളവരെല്ലാം നന്നായിട്ട് ഈശ്വരാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.